ഞാൻ എത്ര നേരമായി കാത്തിരിക്കണമെന്ന് അറിയോ? കാത്തു കാത്തു. ഓഹോ, അങ്ങനെയുണ്ടോ? ബിരിയാണി മേടിക്കാൻ പോയി ചേട്ടൻ. എന്തു ചേ? ഇനി ഇത് ഇൻസ്റ്റാഗ്രാമിലിട്ട് ഞാൻ എവിടെ നാട്ടിൽ എവിടെയാണെന്ന് അറിയിക്കാൻ വേണ്ടിയല്ലോ. ഇല്ല, ഇത് ഞാൻ യൂട്യൂബിലിടാം. ഹലോ, ലാൻഡ്സ്കേപ്പ് അതിനാണ് മറച്ചു പിടിച്ചിരിക്കുന്നത്. ബെല്ലടിക്കും. തുറക്കണില്ലോ. ഞാൻ ചേട്ടൻ വീട്ടിലെത്തി. ലോക്കൽ കയറ്റല്ല ചേട്ടാ, ഇമ്പോർട്ടഡ്. അങ്ങനെ പറയല്ലേ? ഏയ് അനങ്ങാണ്ടിക്ക, എന്റെ ചക്കരയാണത്. നോക്ക് കണ്ട, എന്തൊരു പാവ, എത്ര പാവര് പൂച്ച കാണാൻ കിട്ടും ചേട്ടാ. അല്ല പിന്നെ ഞാനേതാണ്ട് കൊച്ചിക്ക് പോയി കഴിഞ്ഞാ കാശ്മീർ പോയ പോലെയാ. വിളിച്ച് ഹലോ ഹലോ. ഞാൻ അമ്മയെ കാണാണ്ട് എനിക്ക് സങ്കടം വന്നിട്ട് ഞാൻ വിജു നോ വിജു. നമുക്കിന്നേ ഞാൻ ഇൻസ്റ്റയിൽ കുറച്ച് ഫോട്ടോസ് അയച്ചിട്ടുണ്ട്. അങ്ങോട്ട് പോയാലോ? നോക്കിയേ നോക്കിയേ മോനെ, അക്കറ മസാലടാ. അല്ലല്ല, പക്ഷെ പാസ് കഴിഞ്ഞു, പെർമിറ്റ് കഴിഞ്ഞു. ഇത് അതിരപ്പള്ളിയുടെ അത് ഭയങ്കര ഫുൾ മറ്റേ ചോപ്പലകൾ കണ്ടോ? അല്ലല്ലേ, ചെമ്പരത്തിയാണത്. ചെമ്പരത്തി സർവത്തല്ലത്, തലയിൽ വെക്കുന്നത് അതന്നെ. ഇതാണ് ചെമ്പരത്തി സ്പെഷ്യൽ. എന്തിനാ എന്താ വാക്കല തന്നെയാണ്. ആദ്യത്തെ മൂന്ന് അങ്ങനെ വേണമെന്ന് വെച്ചല്ലോ. അവരെ കൊണ്ട് എനിക്ക് വേണ്ടി അപ്പയുടെ ഒരു അരിയുണ്ട്, ചുമന്നാലിനെക്കാട്ടിലും ഒരു ചെറിയൊരു ശ്രീലങ്കൻ ഒരു അരിയാണത്. അത് മുകളിൽ ഇരിപ്പുണ്ടായിരുന്നു അപ്പയുടെ അവിടെ. പക്ഷെ അത് എടുത്ത് ഇവർ കൊണ്ടുവന്നപ്പം ഒരു 3 മാസം കഴിഞ്ഞിട്ടാണ് കൊണ്ടുവന്നത് താഴേക്ക്. പക്ഷെ അതുവരെ അപ്പം ഞാൻ മറ്റേ സാധാരണ ഈ കേരള റൈസ് ഉണ്ടെങ്കിലും ഞാൻ കഴിക്കില്ല. ഉച്ചയ്ക്ക് ഞാൻ അല്ലെങ്കിൽ എണീക്കുന്ന തന്നെ 1 മണിക്കാണ്. എന്നിട്ട് 2 മണി 3 മണിക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ്. എന്നിട്ട് പിന്നെ രാത്രി ഒരു ചിലപ്പോൾ 9 മണിക്കൊക്കെ ആയിരിക്കും വർക്കൗട്ട്. അങ്ങനെയാണോ? 6 പാക്ക് ആക്കി? 6 പാക്ക് ആയിരിക്കുന്നു. ആവശ്യമില്ല, എനിക്ക് ഇല്ലാണ്ട് തന്നെ മനസ്സിനോട് ഇരിക്കുന്നില്ല. ആരും വിചാരം ഗീതമ്മ എനിക്ക് മാത്രമേ അറിയുള്ളൂ. ചോറിയൊന്നുമില്ല, ഉള്ള കാര്യം പറഞ്ഞതാ. ഗീതമ്മയുടെ യഥാർത്ഥ തല്ലിപ്പുളി ഫോം എനിക്ക് മാത്രമേ അറിയുള്ളൂ. ഭക്ഷണം എങ്ങനെയുണ്ട് ചേട്ടാ? ഇത് പിന്നെ ഈ പച്ചക്കറി ഇതെന്ന് സോയ, പിന്നെ ക്യാരറ്റ്, ബീട്രൂട്ട്, പിന്നെ ഈ ഫിഷ് കറിയും ചിക്കൻ ഫ്രൈയും ബീഫും മട്ടനും ഒക്കെ പുറത്തുനിന്നാണ്. അതൊക്കെ ഒരു സുഖമില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ല, വേണം തന്നെ പറഞ്ഞില്ല. പക്ഷെ ഈ ചോറും ആ ബീട്രൂട്ട് ക്യാരറ്റ് ബീട്രൂട്ടിന് സോയയും നല്ല കുക്കറിലായിരുന്നു. അതൊക്കെ എന്റെ അമ്മ ഉണ്ടാക്കിയതാണ്.
ചിക്കൻ മട്ടൺ കഴിക്കുന്ന ഞാൻ ഫിഷ് കുറെ നാളെ കഴിച്ചിട്ട് അപ്പൊ ഫിഷ് നന്നായി കഴിച്ചു. നല്ല ഫിഷ് കറി, രണ്ട് വിഭവങ്ങളിലുള്ള ഫിഷ് ഗംഭീരായിട്ടുണ്ട്. ശരി, കൈ കഴുകാൻ ചേട്ടാ. ഇതൊക്കെ ഞാനാ ചെയ്യുന്നത്, ഇതൊക്കെ ഞാനാ ചെയ്യുന്നത്. കളിക്കല്ലേ. കുക്കിംഗ് ഉണ്ട്, അപ്പോൾ കുക്കിങ്ങിന്റെ സാധനങ്ങൾ മേടിക്കാൻ വന്നു. സോറി, ബേക്കിംഗ്. ഓക്കെ, വി ആർ ഗോണ ബേക്ക് ടുഡേ. ഇതാണോ വേണ്ട? വലുത് മേടിച്ചോട്ടാ. ഇതാണോ? ഇതിട്ടിട്ടാണോ പുഴുങ്ങ? തേടിയ വള്ളി കലിച്ചിട്ട് പീനട്ട് ബട്ടർ, ചോക്ലേറ്റ്. ഇനി എന്താ വേണ്ട? ആ, ബാഗ് തരാലോ. ഇട്ടോളൂ. നല്ല കേട്ടുപരിച്ചുള്ള പാട്ടല്ലേ? അതെ. അല്ല, ഇത് സൂപ്പർ മാർക്കറ്റാ, തൃശ്ശൂരത്തെ ഏറ്റവും ഗംഭീര സൂപ്പർ മാർക്കറ്റ്. നല്ലൊരു ചോക്ലേറ്റ് ആണ്. ഏതാ? കുറച്ചുകൂടി വിളിച്ച് ചോദിക്കണ വിജയേട്ടൻ്റെ അടുത്ത്. ഒരു 4 കൂടി ഡയറി മിൽക്ക് ഇട്ടല്ലോ നമുക്ക്. ഡയറി മിൽക്ക് ഇടാൻ വേണമെങ്കിൽ അല്ലേ? അതാ ടേസ്റ്റ്. നല്ലതോ? ഇത് ഇങ്ങനത്തെ ചോക്ലേറ്റ് ആണ് നല്ലത്. ഡാർക്കോ? മധുരം കുറയോ? മതിയാവോ അത്? ഹലോ, ഈ എലൈറ്റിലെ കംപ്ലീറ്റ് ചോക്ലേറ്റ് എടുത്താ? ഡയറി മിൽക്ക് ഇടണമെങ്കിൽ എന്നാ അത് വരുന്നോട്ടെ. അതല്ലേ എനിക്ക് ഡയറി മിൽക്ക് ഫ്ലേവർ നന്നാവാട്ടാ. ഇത് എനിക്ക് തിരിച്ച് ഓടിച്ചു പോകുമ്പോൾ കഴിച്ചോണ്ടിരിക്കാം. ഓ ഓ ഓ, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാൻ ചേട്ടാ, ഈ കട മൊത്തം മേടിച്ചാലോ? എന്ത് സിറപ്പ്? പാൻകേക്ക് സിറപ്പ്. പക്ഷെ അത് ഇവിടെ കാണാം. ഇവിടെ ഉണ്ടാവും. ഇവിടെ ഇല്ലാത്തൊരു സാധനം ഉണ്ടാവില്ല. എന്താ ഇവിടെ വല്ല നിധി കണ്ടുപിടിച്ചോ? തേനോ? തേൻ ചെറുതേൻ വീട്ടിലുണ്ട്. പറ്റില്ല, വലിയ തേൻ തന്നെ വേണം. ഓ, ഇത്ര മതി. ഇത്ര പോരെ? ഉണ്ടാക്കണമെങ്കിൽ അതുപോലെ ഉണ്ടാക്കണം. കോക്കനട്ട് ഓയിൽ വീട്ടിൽ കാണും. ഓ, അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ, സാധാ വെളിച്ചെണ്ണയൊക്കെ ഉണ്ടാവുള്ളൂ. ഓ മൈ ഗോഡ്. ഒലിവ് ഓയിൽ, ഒലിവ് ഓയിൽ ബാക്കിലിരിക്കണു. ഇതല്ലേ കോക്കനട്ട് ഓയിൽ? വെർജിൻ പ്ലസ് മേടിച്ചോ? യൂണിയൻകാരനെ വിളിക്കേണ്ട ഒരു ഇത് പിടിക്കണമെങ്കിൽ. ഓ, കഴിഞ്ഞിട്ടില്ലേ? ഇതിൽ ഹിമാലയൻ മിക്സ് ചെയ്യണം. ഇതില് വെനില എസൻസ്. ഹേ ഹും ഹോ ഹൈ. ഇതിങ്ങനെ അധികം നേരം പിടിക്കാൻ പറ്റില്ലട്ടാ, കൈ വേനെടുക്കണ്ട. എനിക്ക് പറഞ്ഞില്ല വേണ്ട. ഇതാണ് വീഡിയോ എടുക്കുന്നുണ്ടോ? ഇതാ പറയുന്നത് പണിയെടുക്കാൻ അറിയാത്തവൻ. ഞാൻ പണിയെടുപ്പിച്ച ശീലം ചേട്ടാ. അങ്ങനെയല്ല, ഈ കയ്യില് പേഴ്സ്, താക്കോല്. ആ ചേച്ചി പാവനെ പണിയെടുപ്പിക്കില്ല അങ്ങനെ. ആ, കിട്ടി. അതാണോ സാധനം? ഓക്കെ, ഇത്രയാണ് ഇൻഗ്രീഡിയൻസ് അല്ലേ? പക്ഷെ അതിൽ കുറച്ച് എക്സ്ട്രാ ഒക്കെ എനിക്ക് എന്റെ തിരിച്ച് റോഡ് ട്രിപ്പിന് ആവശ്യമുള്ളത്. ഓഹോ, ഡയറി മിൽക്ക് ഒക്കെ. ഓക്കെ, അങ്ങോട്ട് അവിടെ ഇതിനെ കൊണ്ട് ഫൈനാൻസ് എത്തിക്കാം. ഓക്കെ, ബില്ലടക്കം അവിടെ. ബിസ്ക്കറ്റ് വേണോ എനിക്ക്? വേണമെങ്കിൽ മേടിച്ചോളൂ. റോഡ് ട്രിപ്പിന് പോകുമ്പോൾ വേണ്ടി വരും. വരില്ലേ? ആരോഗ്യത്തിനുള്ള വേണോ അതോ നല്ല ചോക്ലേറ്റ്? ആരോഗ്യത്തിനുള്ളല്ല നല്ലത്. ഇപ്പൊ ഈ 4 ദിവസം നമ്മൾ ഒക്കെ വൃത്തിയായിട്ട സാധനങ്ങളെ കഴിച്ചത്. ഞാനും നല്ല ഹെൽത്തി ഫുഡ് അല്ലായിരുന്നു. നീ ആയിരിക്കും അങ്ങനെ. ഇപ്പൊ ഞാൻ പൊട്ട, നീ നല്ലവൻ. ഓ, തീരുമാനമായി. ഞാനൊന്ന് വിജയേട്ടനെ വിളിച്ചു നോക്കട്ടെ ഇവിടെ ഇനി ബാക്കി ബിസ്ക്കറ്റ് ഉണ്ടോ എന്നുള്ളത്. എന്താ ഇതിന് വ്യത്യാസം? സെയിം അല്ലേ? ഫീലെന്തോ. ഇത്രയും നേരം ഞാൻ ക്യാമറയുടെ മുമ്പിലായിരുന്നു, ഇപ്പോഴും ഞാൻ ക്യാമറയുടെ മുമ്പിലാണ്. ഇനി അടുത്തത് കണ്ടോളൂ. അതായത് ഞാൻ ബേക്ക് ചെയ്യണം, എന്നിട്ട് ഇവിടെ വന്നത് എടുക്കാൻ അവന് ബുദ്ധിമുട്ട്. എന്നിട്ട് ഞാൻ തന്നെ ഞാൻ പറഞ്ഞു, നീ തന്നെ എനിക്ക് വേണ്ടി മേടിച്ച് തരുമ്പോൾ അതിന് രുചി കൂടും. അപ്പോൾ അവൻ തന്നെ ഇരുന്ന് കൗണ്ടറിൽ ആദ്യമായിട്ടായിരിക്കും കുറേ വർഷങ്ങളിൽ അവൻ തന്നെ കൗണ്ടറിൽ നിന്ന്. ആ, അതുകൊണ്ടാണ് ഇങ്ങനെ കുഴിമടിയാനാവുന്നത്. ഞങ്ങളൊക്കെ അങ്ങനെയല്ല, ഞങ്ങൾ പോയി മേടിച്ച് കഷ്ടപ്പെട്ട്. ഓ, അതെടുത്തോളൂ. അല്ല ഇല്ലേ? അയ്യടാ ചക്കര അല്ലേ?
എങ്ങോട്ടാ എങ്ങോട്ടാ? അയ്യടാ പാവങ്ങള് അത് കലക്കിട്ട. ഇതാണ് ചേട്ടാ ഞങ്ങളുടെ വടക്കുണ്ടാകുന്നുണ്ട്. ഒരു അടി വേണ്ടി അടിക്കും. ഹലോ. ഞങ്ങൾ ഓൾറെഡി വന്ന് കഴിച്ചിട്ടൊക്കെ പോയത്. എല്ലാം കിട്ടിയോ? ആ ഒരുമാതിരി ആവശ്യമുള്ളത് കിട്ടി. വാവ്. വേണ്ടേ വേണ്ടേ? കൊള്ളാലോ. ആ മേടിച്ചോളൂ. താങ്ക് യു പറയൂ. താങ്ക് യു. നമുക്ക് സുന്ദരി ചേച്ചിനെ കാണണ്ടേ? അത് ഞങ്ങളാ പോവാ അല്ലേ സുന്ദരി ചേച്ചി കാണാൻ? ഇല്ല പറയും ഞങ്ങള് പോവുള്ളൂ. എന്നെ കൊണ്ടുപോയില്ല. എന്നോട് എന്നെ കൊണ്ടുപോകും അല്ലേ? എന്നെ കൊണ്ടുപോകല്ലേ? ഞാൻ പ്രത്യേകം ട്രെയിനിങ് കൊടുത്തേക്കെന്താ ഇത്രയും ഭംഗിയോടൊരു കിച്ചണോടൊപ്പം ടി വി എന്താ വേണ്ട? ഡസ്റ്റ്ബിന്നോ? എന്നിട്ട് എന്റെ ആ തന്നോ. മാനം തെളിഞ്ഞ നേരം. പാട്ട് പാടില്ല കുഞ്ഞാവിക്ക് പാടി തന്നതാ. ഭയങ്കര കുക്കിംഗ് നടക്കാട്ടെ ആയിട്ടില്ലേ? സുന്ദരി ചേച്ചി കാണാൻ പോണോ? നമ്മള് പോയാ മതി അല്ലേ? ബിജുമാമയെ കൊണ്ടുപോകണം അല്ലേ? അല്ലേ? ഇല്ല കൊണ്ടുപോയില്ലേ പറയും. ഇല്ല കൊണ്ടുപോയില്ലേ പറയും. കൊണ്ടുപോയില്ലേ പറയും. നമ്മള് പോവില്ലേ? ഞാനും എന്റെ പൊന്നും. അതന്നെ. ഞാനിവിടെ ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ട്. ഞാനിവിടെ ആവശ്യമെങ്കിൽ മാത്രമേ കൊടുക്കൂ. അത് പാടില്ല. കുഞ്ഞാവിക്ക് കഴിഞ്ഞിട്ട് എല്ലാവർക്കും എങ്ങനെ എടുക്കണേ? അമ്മ ഞങ്ങള് കുക്കിംഗ് തുടങ്ങാൻ പോവാണ്. ഞങ്ങളുടെ അതിപ്രസരമായ കുക്കിംഗ് വേണമെങ്കിൽ അമ്മ കണ്ടുപിടിച്ചോളൂ കുറച്ച്. ഹലോ അങ്ങനെയാണ്. അവിടെ പോയി എലീറ്റ് വിജയനെ പൊക്കുന്നതല്ലാണ്ട് അല്ല എലീറ്റ് വിജയനെ പൊക്കുന്നതല്ലാണ്ട് എലീറ്റ് വിജയനെ പൊക്കുന്നതല്ലാണ്ട് അവിടെ സാധനം എടുത്ത് പിടിക്കാൻ ഒരു 10 മിനിറ്റ് പോലും പിടിക്കാൻ പറ്റില്ല. അയ്യോ കുട്ടികളെ പാത്രം എടുക്കും. ഓക്കെ പാൻ ചെയ്തോള ഇത് ഒഴിച്ച് ഫ്രിഡ്ജ് വെക്കാൻ ഇങ്ങനെ മറ്റേ ഉണ്ട് ഇവിടെ ഉണ്ടല്ലോ ഒന്നല്ലേ? ഇതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ പഠിപ്പിച്ചേരാട്ടോ വേറെ പുതിയ കുറച്ച്. ചരമുട്ടി എന്തിട്ട് നോക്കിയിരിക്കുന്നു? ഗെറ്റ് ഔട്ട് ഹൗസ്. ഇറങ്ങിപ്പോ. ഞങ്ങളെ കുക്ക് ചെയ്യാൻ സമ്മതിക്കുമ്പോ ഞാൻ എന്റെ കുറച്ച് ടിപ്സ് ഇവര് പറഞ്ഞു കൊടുക്കാനാ. എന്റെ കുറച്ച് ടിപ്സ് പറഞ്ഞുതരാട്ടോ ഞാൻ. ജാതി പുച്ഛം. ഞാൻ അത് കാരണം ബിജു കല്യാണം കഴിക്കാത്ത. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഇവിടെ വേറെ ടിഷ്യൂ ഉണ്ട്. അതെടുക്കൂ. അതുകൊണ്ട് തുടയ്ക്കൂ. തലയിലിടുന്ന കവർ വേണോ? ഉണ്ട്. അല്ല എന്താ എന്റെ പേരെനിച്ചത് ഏപ്രിൽ മേത്തനതല്ല. ചെരമുട്ടി എന്തിട്ട് ചെരമുട്ടി നോക്കിയിരിക്കണേ? നീ എന്തിട്ട് നോക്കിയിരിക്കണ ചെരമുട്ടി? ആ കോർണറൊക്കെ നല്ലോണം തുടങ്ങി കേട്ടോ. ആ മതി മതി അത്ര മതി. ഇനി അടുത്തെടുക്കൂ. അത് ശരിയാണല്ലോ. ഏത് അത് മുപ്പത് എടുത്തില്ലേ? എന്നെ കുറ്റം പറയാം. അവിടെ മേടിച്ചോണ്ടുണ്ട് ചെറുമുട്ടിരിക്കണോക്കെ. ചെറുമുട്ടീനോ അതൊക്കെ കൂടുതൽ ഞാൻ ബേക്ക് ചെയ്തിട്ടുള്ളതൊക്കെ എല്ലാം
ബേക്കിംഗ് അവിടെ ചെല്ലുന്നതൊക്കെ എല്ലാം എന്താ പറയാ എല്ലാം റെഡിമെയ്ഡ് സാധനങ്ങളൊക്കെ എന്നിട്ട് പിന്നെ മുട്ടയും ഇതൊക്കെ പക്ഷെ അമ്മയാണ് സ്ക്രാച്ച് തൊട്ടെല്ലാം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയത്. അപ്പൊ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് അമ്മയെ കൊണ്ടുവന്നു. പുലി ഉണ്ടായിരുന്നു, ഡലോറിന് കൂടി ഉണ്ടായിരുന്നു. ഞാൻ കടലുണ്ടാവുന്ന ആണോ? ഞാൻ പറഞ്ഞില്ലേ തൃശ്ശൂരെ കിട്ടുള്ള സാധനങ്ങൾ അതാ. കട്ട് ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ്. ഞാൻ പണ്ടേ പുലിയാണെന്ന്. ഇനി എന്തൊക്കെ കാണാൻ. AC ഇടാം മോനെ, AC ഇടാം. കുറച്ച് ഉഷ്ണിച്ചുണ്ടാക്കിയാൽ മതി. ചൂടെടുത്തുണ്ടാക്കിയാ മതി. ചാറ് മുക്കി തിന്നാ മതി. ഒരു മിനിറ്റ്. ഇത് രണ്ട് ഷെയ്ഡാണല്ലോ ചോക്ലേറ്റ്. അതെന്താ? നീയും ഞാനും രണ്ട് കളറാണല്ലോ. Oh my god, Viju. Behave. This is a video, Viju. So behave. എങ്ങനെ കട്ട് ചെയ്യുന്നു? ഓ, വെറുതെ കട്ടിക്കാണോ? ഓക്കെ. അതിനകത്ത് ഇടുമ്പോൾ കുറച്ചുകൂടെ സൗകര്യമാണ്. നീളനെ കിടക്കും അല്ലേ? മെൽറ്റ് ആവാൻ വേണ്ടിയാണ് ഇടുന്നത്. ഓക്കെ. എനിക്ക് പറയാം കട്ട് ചെയ്യാം. ഡാർക്ക് ചോക്ലേറ്റ് ഇത് കുറച്ച് മെൽറ്റഡാ, പക്ഷെ ഡാർക്ക് ചോക്ലേറ്റ് കട്ടാവുന്നതാണ്. ഏതാ? ഇല്ല കാണിച്ചു കൊടുത്തില്ല. അതൊന്നും അവിടെ വെച്ചാ കൊള്ളൂല്ല അമ്മ. വേണ്ട. ഞാൻ അത് പോസ്റ്റ് ചെയ്തിട്ടില്ല ചേട്ടാ അതുവരെ. ലൈക്ക് അങ്ങനെയല്ല, എനിക്കത് നന്നായിട്ടില്ല. ചേട്ടാന്ന് വിളിക്കുന്ന ഒരു പൊതുവെ ഒരു സ്വഭാവമാണ്. ഞാൻ അവന്റെ ചേട്ടനായതുകൊണ്ട് ഒരു ബഹുമാനാർത്ഥം ഈ വീഡിയോ ഓഫാക്കിയാൽ ഞാൻ വേറെ പലതും വിളിക്കും. അതങ്ങനെയല്ലാന്ന്. ഞാനേ ഒരു പുതിയ ടൈപ്പ് ഓഫ് പെയിന്റിങ് ചെയ്തിട്ടുണ്ട്. എങ്ങോട്ട്? ഞാൻ പോയി എടുത്തോണ്ടെന്ന് വെച്ചതാ. വീഡിയോ ഞാൻ കട്ട് ചെയ്തിട്ട് അതിന്റെ ഇടയിൽ പോയി എടുത്തത്. ശരി, അവന് പേര് ഉഷ്ണിച്ചിട്ടില്ലല്ലോ അവൻ. അപ്പൊ അതിന്റെ സ്പീഡ് ഒന്ന് കുറയ്ക്കും. ഈ കേക്ക് പൊടി പറന്നു പോകും. അതാണ് വാസ്തവം. കുട്ടികൾക്ക് അത് കാറിലിരിക്കുന്നുണ്ട്. ഞാനല്ല എടുത്തത്. ഞാനല്ല വെയിറ്റും പിടിച്ചത്. ആ ഫേസ് എക്സ്പ്രഷൻസ് കൃത്യമായി കാണാനില്ല കേട്ടോ. പുച്ഛമാണോ എന്താന്നുള്ളത് ഇല്ല, അതുകൊണ്ട് ഇങ്ങനെ മനസ്സിലാവുന്നില്ല. അതെല്ലാവർക്കും മനസ്സിലായിട്ടോ. ക്യാമറയ്ക്ക് വേണ്ടി എന്തിനാ ഇതിൽ പറക്കണേ? അത് നല്ലോണം കൊത്തി നോർക്കും. നടക്കൂല അമ്മ, നടക്കൂല. അടുത്ത ആഴ്ച ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് ചെന്നൈയിലേക്ക് കൊറിയർ ചെയ്യും കേട്ടോ. ഞാൻ പറഞ്ഞു കൊടുത്തത് ഇങ്ങനെ കത്തിക്കണ്ടെന്നുള്ളത്. ഓ, ഇത്ര ഉള്ളോ? സിമ്പിൾ കേസാണ്. ഇത്ര ഉള്ളല്ലേ ഇത്? ഇതിനാണോ ഇപ്പോ റോക്കറ്റ് വിടും, നാസയിലേക്ക് വിളിക്കണം? അല്ല, ഈ സാധനം ഇങ്ങനെ വളർച്ചിങ്ങനെ ഇടാൻ പറ്റും നീ ചിന്തിച്ചോ? ഞാനാണ് ഇങ്ങനെ പറക്കിട്ടേനെ. ഞാൻ തന്നെ ഇപ്പൊ അത് എടുത്തപ്പോഴാണ് മനസ്സിലായത്. അങ്ങനെ ഇടാലോ അല്ലേ?
അല്ല ഇത് അങ്ങനെ വളരാത്ത സാധനമാണെന്ന് ഇപ്പൊ വന്നപ്പോ സൗകര്യം. അല്ല മോനെ ഇത് കണ്ടിട്ടില്ലേ? ഇത് ഫിൻലൻഡിൽ നിന്നാണ് കൊണ്ടുവന്നത്. നല്ല സൗകര്യമാണ്. അല്ല അതെങ്ങനെ എടുത്തിടാൻ നല്ല സൗകര്യം. കട്ടിങ് പോലെ ഇമ്പോർട്ടഡ് ഫ്രം ഫിൻലാൻഡ്. സാരില്ല, അത് പോണ നേരത്ത് കണ്ടുപിടിക്കാം. ഇപ്പൊ ഇത് ഉണ്ടാക്കട്ടെ. ഞാനൊരു ദിവസം കൂടെ തപ്പേനെങ്കിലും കിട്ടുള്ളൂ. ഇതെന്താ ചേട്ടാ അത്? ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് ഒരു കോക്കോ സ്പ്രെഡ് ആണ്. ബെൽജിയൻ കോക്കോ സ്പ്രെഡ് ആണ്. പക്ഷെ അത് ഇതിന്റെ കൂടെ ഒരു ടേസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി വെറുതെ കുറച്ചെടുത്തേ ഉള്ളൂ. അത്രേ ഉള്ളോ? ഇതിപ്പോ എണ്ണ ഒഴിക്കണ്ടേ ഇതില്? അതൊന്ന് ഇതാവണെങ്കിൽ വീഡിയോ മാത്രം എടുത്താൽ മതി. ശരി. ബാക്കി ഇവിടെ ചെയ്യുന്നത് ഞങ്ങൾ ചെയ്യുന്നോ? വീഴുവോ? ഓവന്റെ മുകളിൽ വെച്ച് അത് മതിയാവും. അതിലൊക്കെ ഫ്ലൂറസെന്റ് മതി. ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം, എടുക്കട്ടെ. അടിയിലായിരിക്കും. അതിലായിരിക്കും. ഇല്ല, ഓ ഇമ്പോർട്ടഡാ, അത് കാരണം. അതൊന്ന് അയച്ചിട മുകളിലത്തൊന്ന് അയച്ചിട്ടെങ്കിൽ ഫ്രണ്ടിലത്തെ ഞാൻ തന്നെ പരീക്ഷിച്ചോണ്ടിരിക്കുക. കൂടുതൽ ചൂട് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും കരിഞ്ഞു. അത് അടിയിൽ പിടിക്കില്ലേ? ടെക്നോളജിയാ, ഇമ്പോർട്ടഡാ. ഇതൊന്നും നിങ്ങൾക്ക് ചെന്നൈയിൽ കാണാൻ കിട്ടില്ല, ഇവിടെ മാത്രം. ആ, ഓ അങ്ങനെയുണ്ട്. അപ്പൊ എല്ലാം അടിച്ച് വടിച്ച് നക്കി തിന്നണം. അഥവാ വടിച്ചിട്ടും കിട്ടില്ലെങ്കിൽ അതല്ലേ, അതല്ലേ കഴിക്കാൻ പോണേ. അത് വേറെ മേടിച്ചോളൂ. ഷുഗർ കുറച്ചുള്ളൂ. നല്ലോണം ഇളക്കിക്കോളൂട്ടാ. ദാസ, എനിക്ക് ഈ ചക്കരത്തേരി പിടിക്കില്ല. ഇല്ല, അതായിട്ടില്ല. അയ്യോ, നന്നായി ആയി. അല്ല, പൊട്ടിച്ചു. എനിക്കും അതെ കേട്ടോ. ഞാൻ സത്യമായിട്ടും കഴിക്കാത്ത സാധന. ശംഖു കഴിക്കും, ചേട്ടൻ കഴിക്കും. പക്ഷെ എനിക്ക് ഈ സാധനം തീരെ ഇഷ്ടമല്ല. ശരിക്കും പറഞ്ഞ മലയാളികൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന പീനട്ട് ബട്ടർ സാധനമാണ്. അതെന്താ? മേപ്പിൾ സിറപ്പ് നമ്മളെ ലൈറ്റില് ഇല്ലാന്ന് പറഞ്ഞ 1/4 മറ്റേ പച്ച ഇല്ല. വിജയേട്ടൻ ഉണ്ടായിരുന്നില്ലേ? രവി ഉണ്ടായിരുന്നു. ആ ഓക്കെ. ബോഡി വോണ്ട് എന്ത് വേണം? സ്പൂണാണെങ്കിൽ അവിടെയാണ്. മൊത്തത്തിലൊരു 3/4 മണിക്കൂർ എനിക്ക് കറക്റ്റ്. നിർത്തി തട്ടു. എത്രയാണ്? 100 കിലോമീറ്റർ ചോട്ടുള്ളൂ. സീക്രട്ട് പാടില്ല. നമ്മള് കുക്കറിയിലെല്ലാം പറഞ്ഞു കൊടുക്കണ്ട. നമുക്ക് സീക്രട്സ് ഇല്ലല്ലോ. അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ഉണ്ടാക്കുന്നവരൊക്കെ അവരുടേതായ സ്വന്തം ഒരു കാര്യമുണ്ടോ? അല്ല, എന്നാലും അവർക്കത് ഉണ്ടാക്കി നോക്കി കഴിച്ച് ഇളക്ക് വേദനയ്ക്കില്ല. എത്രയായിരുന്നു? ഒരു ടേബിൾ സ്പൂൺ മേപ്പിൾ സിറപ്പ് അല്ലെങ്കിൽ ഒരു തേൻ. കുറച്ച് നമ്മുടെ ഇന്ത്യൻ ഫ്ലേവർ. എന്താ? എനിക്ക് ഡയറി മിൽക്ക് ഇഷ്ടം. ഈ ഡാർക്ക് ചോക്ലേറ്റ് എനിക്ക് മനസ്സിലായി അത്ര അങ്ങോട്ട് യമ്മി. അമ്മയ്ക്ക് പക്ഷെ ഡാർക്ക് ചോക്ലേറ്റും ഇഷ്ടം. എന്താ ബബിൾസ് ഉണ്ടാ? കുറച്ച് ചങ്കി, കുറച്ച് പീസസ് ഒക്കെ കുറച്ചുകൂടെ ഒന്ന് സ്മൂത്ത് ആയിരിക്കണം. ഭയങ്കര ക്ലീൻ ആയിരിക്കണം. ഒഴിക്കുമ്പോൾ അങ്ങനെ നിർഗളമായിട്ട് പോകണം. അതല്ല ഉദ്ദേശിച്ചത്. എന്റെ വീഡിയോസിൽ അങ്ങനത്തെ വാക്കുകൾ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ദിസ് ഈസ് ഒറിജിനൽ മലയാളം ചേട്ടൻ. സാധാരണക്കാർക്ക് വി ആർ ഫ്രം ദ കൾച്ചറൽ ക്യാപിറ്റൽ തൃശ്ശൂർ. അപ്പൊ നമ്മൾ അങ്ങനത്തെ മലയാളമാണ് ഉപയോഗിക്കുക. ഞങ്ങളിവിടെ ഞാൻ പറഞ്ഞതല്ലേ അപ്പൊ നീയല്ലേ പറഞ്ഞു അല്ലേ ഇത് യൂസ് ചെയ്യാവുന്ന ഒരു സാധനമല്ലേ, അപ്പൊ കുഴപ്പമില്ലാന്നൊക്കെ. നീ വെളിച്ചെണ്ണ കുടിക്കൂ. വെളിച്ചെണ്ണ തല കുടിക്കുകയും
തേക്കാൻ തുടങ്ങി. പക്ഷെ ഇത് പറ്റില്ല, ഇത് പ്രോസസ്ഡ്. നേരത്തെ അവിടെ ആ തീ കുറച്ച് സ്ട്രോങ് ആയിരുന്നു. ഓ ഇത്രയും ഉണ്ട് അല്ലേ? എന്ത് സാധനം? സമയം ഞങ്ങളിപ്പോ പോയിട്ട് തിരിച്ചു വരും. ഞങ്ങളിപ്പോ പോകും. കൂടി 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 ഇല്ല. ഞാനല്ലേ മേടിച്ചേ? ഞാൻ മേടിച്ച് ഞാൻ അവിടുന്ന് ചുമന്ന് കൊണ്ട് വന്ന് എന്നതിന് മറുപടി ഇല്ല. ഫ്രിഡ്ജിന്റെ പോലെയാണോ? അപ്പൊ അരമണിക്കൂറിലോ കേടായ ഫ്രിഡ്ജാ? അല്ല, ഇതിന്റെ ഉള്ളിൽ ഫുൾ ഐസ് പിടിച്ചിരിക്കുന്നു. പിന്നെ എന്തുട്ടാ? ഫ്രീസറിലാണോ വെക്കുക ചേട്ടാ? ഓ കട്ടി കൂടല്ലേ? ആ അവിടെ കട്ടിയതോളൂ. അപ്പുറമായിരിക്കും, ഈ സൈഡായിരിക്കില്ല, ഉൾഭാഗമായിരിക്കും ചേട്ടാ. ആണോ? ഇങ്ങനെ വലിക്കുക. അതിവിടെ തൃശ്ശൂര് എലൈറ്റിൽ മാത്രമേ കിട്ടുള്ളൂ. വിജയേട്ടൻ്റെ രവിയുടെ ചേട്ടൻ കേൾക്കണ്ട. ടൈം അപ്പ് എന്തായി? ഇല്ലല്ലേ, ഇത് സമയം എടുക്കില്ല, ഇതാവണ്ടേ? ഇല്ലല്ലേ, നാശവും. എന്റെ വണ്ടിയിലെ ബാക്ക് സീറ്റിന്റെ നടുക്ക് എന്റെ പാത്രം ശരത്തേട്ടാ എടുത്തിട്ട് പ്ലീസ്. ശരത്തേട്ടാ സുന്ദര സുന്ദരൻ ഈ ലോകത്തില്ല. ഓക്കെ, അപ്പൊ ഞാൻ എടുത്തിട്ട് വരാം. ഓക്കെ, വെയിറ്റ് ചെയ്യും കേട്ടോ. എവിടെയാണ് അവിടെ നോക്കൂല. അപ്പൊ ഓക്കെ, കിട്ടി. അയ്യോ ചില്ല പൊട്ടിയാനെ. ദൈവമേ, ഭാഗ്യം പൊട്ടാഞ്ഞത്. ആ റെഡിയാണ്. ഞാൻ എപ്പോഴേ റെഡി. ചൂടുണ്ടാ അമ്മാരോ? ഒരു തുണി കൊടുക്കും അത് കൂട്ടി പിടിക്കാൻ. നല്ല ചൂടുണ്ടായിരുന്നോ? അപ്പൊ ആ മുകളിലും താഴെയും പീനട്ടും അതെങ്ങനെയാ വരിക ചേട്ടാ? ഇവിടെ താഴെ എടുക്ക്, എന്റെ മുഖത്തല്ല എടുക്കേണ്ടത്. നാക്കാനോ? അതിലും പിന്നെ വേറെ ഒരു പാത്രം, ചെറിയ പാത്രം കൂടി ആയിരുന്നു. അത് അത് അതിനെക്കാളും ചെറുതുണ്ടാവും. അതിപ്പോ പൊതിഞ്ഞാ പോരാ, ആർക്കാന്നുള്ള ചോദ്യത്തിനോട് പ്രസക്തി ഇല്ലല്ലോ. Oh my God. വിജു നിന്റെ തന്നെ അതല്ലേ നീ ഉദ്ദേശിച്ചത്? അതൊരു ഫ്ലാറ്റ് ആയിട്ട് ഇരുന്നാണ് അത്ര നല്ലത്. അത്ര അങ്ങനെ ആക്കണേ, താഴെ പോവാൻ. അതിന് മുകളിൽ നമുക്കൊരു ഡിസൈൻ ഇട്ട് എഴുതിയാൽ അതങ്ങനെ വരുമോ? പീനട്ട് ബട്ടർ എവിടെ എവിടെ ഇടണമെന്ന് പറഞ്ഞു. ഓ മുകളിൽ ഇടണല്ലോ. ഓക്കെ, അതെനിക്കറിയാം. ഞാൻ പക്ഷെ സംശയം മാറി. ഓക്കെ, ഇങ്ങനെയാണല്ലോ സംശയം മാറുക. തക്ഷശീലയിൽ എങ്ങനെയാ സംശയം ചോദിച്ചാണ് കുട്ടികൾ പഠിക്കുന്നത്. അത്രേ ഉള്ളൂ. കഴിഞ്ഞിട്ട് പ്രൂഫാണ്. നക്കി കഴിഞ്ഞിട്ട് അവിടെ തൊട്ടിട്ടില്ല. അല്ല, അപ്പൊ പീനട്ട് ബട്ടർ ഒഴിക്ക വേണ്ടേ? വേണ്ട.
സ്ക്വയർ ആണ്. വേണ്ട, ഇതിലും അതിലുമായിട്ട് ബാക്കി ഇട്ടിട്ട് ഇതിലിട്ടാ ശരിയാവില്ല. അത് കൊടുക്കണം. അത്രയും മതിയാവില്ല നമുക്ക്. ചോക്ലേറ്റ് കഴിയാതെ അപ്പൊ അത്ര വേണ്ട. ഇത് വേണം. അത്രയും വലിയ പാത്രത്തിലായാലേ മെലിഞ്ഞു പോകും. അത്രയും വലിയ പാത്രത്തിലായാലും ആദ്യം ആക്ച്വലി ഈ പാത്രത്തിൽ ചെയ്താലും മതിയായിരുന്നു. ഇതിലും പിന്നെ ഇതുപോലത്തെ സെയിം ആണോ? അപ്പൊ അതില് ഇത് ഇത്രയും വേണ്ട, ചെറുതില് കുറഞ്ഞു. ഇതില് കൂടുതൽ അത് ഭയങ്കര വലുതാ. എന്നാ വേണ്ട, സാധാ വേറെ പാത്രം എടുത്തോ. റൗണ്ടായാലും മതി. നേരത്തെ ഒരെണ്ണം തന്നില്ലേ? അതല്ല, ഇത്രയും വലുത് ഒരെണ്ണം തന്നില്ലേ? റൗണ്ട് പ്ലാസ്റ്റിക് ഗ്ലാസ്സിലാണ്. പക്ഷെ അത് ഭയങ്കര ഭയങ്കര പാടാ. അത് പറ്റില്ല. പാത്രം മേടിക്കാൻ പോണ്ടി വരുമോ? കുറച്ച് ഇറക്കി കട്ട് ചെയ്തോളൂ കേട്ടോ, അല്ലെങ്കിൽ നേരത്തെ പോലത്തെ സ്പേസ് ഇല്ലാണ്ട് പോയി. നേരത്തെ കുറച്ച് ചെറുതായ പോലെ തോന്നി. എങ്ങനെ വന്നാലും അത് ചെറുതോ സ്ക്വയർ. അതിന്റെ ഉള്ളിലേക്ക് വലിച്ചു പോവും. ദേട്ടാ, ഷുഗർ കുറവുള്ള ആള് കഴിക്കണമെങ്കിൽ എനിക്ക് വേണ്ട, എനിക്കിഷ്ടല്ലത്. എനിക്ക് വേണ്ട. ചോക്ലേറ്റ് ഞാൻ മാത്രല്ലേ അപ്പൊ ചെയ്യാം. ഞാൻ വിചാരിച്ചു ഞാൻ മാത്രമേ ചെയ്യുള്ളൂ. നിന്റെ കയ്യിലോട്ട് പിടിച്ചിട്ടൊന്നു മതി നക്കി വടിച്ചത്. ഇനി പേടിയായിട്ട് വെള്ളം കഴിക്കണം. നമുക്ക് വെള്ളത്തിന്റെ വീട്ടിൽ കഴിക്കണം. അങ്ങനെയൊന്നും കോരി കഴിക്കുമ്പോ നമുക്ക് ഉള്ളാറില്ല. കുറഞ്ഞു പോയില്ലേ? നല്ലോണം വടിച്ചിട്ടുള്ളൂ കേട്ടോ. ഈ സൈഡിൽ നിന്ന് വടിക്കും. മോളിൽ നിന്ന് എടുക്കും. വിജു വിജു മതി 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 വിജു മതി. അതങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് കഴിഞ്ഞോ? വടിച്ചോ? വെള്ളം വറ്റിച്ചോണ്ടിരിക്കുന്നവരേ അതിന്ന് പഠിച്ചെടുക്കാനാ. കുറച്ച് തിക്നെസ് കുറവാണ്, എന്നാലും കുഴപ്പമില്ല. ഈ മൂലയിലേക്ക് ആക്കൂ. അതന്നെ കോർണർ. നോ കോർണർ. ഏതാണ്ട് ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ വിജു. ഇതില് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഒന്നുകൂടി പറയൂ ചേട്ടാ. ചേട്ടാ ചേട്ടാ ഞാൻ വിളിക്കണ കേക്കല്ലേ ഇവിടെ. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ്? കാര്യം ചെയ്തോണ്ടിരിക്കുമ്പോ ഇതൊരു യൂട്യൂബിലിടാനുള്ളതാണ്. ഇങ്ങനെ സംസ്കാരശൂന്യമായി സംസാരിക്കില്ലേ? ഇതൊക്കെയാണ് ആൾക്കാര് യഥാർത്ഥത്തെ ആൾക്കാരുടെ സ്വഭാവം. അപ്പൊ അതുകൊണ്ട് അവർക്ക് ഇതൊക്കെ കണ്ട് ഇഷ്ടപ്പെടും. അവര് പറയും നമ്മളെ പോലെയാണല്ലോ. ഇവരും ഇങ്ങനെ തന്നെയാണോ? നിന്റെ ലൈക്സും നിന്റെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂടിക്കോളും. ഇത് നക്കി തിന്നാനല്ലേ രണ്ടിനും കൂടി ഇട്ടിരുന്നിട്ട്. ഫ്രിഡ്ജ് തുറക്കട്ടെ. ഇതിങ്ങനെ തട്ടണട്ടാ. ഇത് കഴിഞ്ഞ് തട്ടണേ. ഫ്രിഡ്ജിൽ കുറെ സ്ഥലമുള്ള കാരണം കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഇന്നത്തെ കഴിഞ്ഞിരിക്കുന്നു. രണ്ടും നക്കിയിൽ വിജു. ഓ മൈ ഗോഡ്.
എനിക്ക് കുഴപ്പമില്ല, എനിക്ക് എന്റെ മക്കൾക്ക് കൊറോണ വരുമ്പോ എനിക്ക് വന്നു. ഇതേ പഠിക്കണ്ടിരുന്നിട്ട് 60 കേസസ് അല്ലേ ഉള്ളൂ, അതിലൊരു 50 കേസിന് കാരണം നിങ്ങളുടെ മകനായിരുന്നു. നീ വന്നപ്പോഴാ ഞാൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയത്, അതുവരെ ഇറങ്ങിയിട്ടില്ലേ. അമ്പലത്തിന്റെ അവിടെ പോവുള്ളൂ, വേറെ എങ്ങോട്ടും പോവില്ലേ. എനിക്കണ്ട എനിക്കണ്ട. ഏയ് സ്വപ്നം കാണാം. പഠിക്ക് പഠിക്ക്. അതാണ് ഒരു അംശം പോലും കളയാതെ കഴിക്കുന്ന അമ്മയും മോനും. ചോക്ലേറ്റ് എല്ലായിടത്തും പോകുമ്പോ നടക്കുക. അപ്പം നിന്നാ മതി, കുഴി എണ്ണ. രണ്ട് നോക്കി തിന്നുന്ന കണ്ടോ, നോക്ക്. ഓടാ വിജു പാത്രോട്ടെ മതി. അപ്പൊ കുക്കറി ഷോയുടെ ബാക്കി ഞാൻ കാണിച്ചു തരാട്ടാ. ഇത് കഴിഞ്ഞിട്ടുള്ളത് വെയിറ്റ്. ഇത് കഴിഞ്ഞ പീനട്ട് ഇടുക അല്ലേ. പീനട്ട് ബട്ടർ 2 cups. 3 cups. ഇപ്പൊ ഏതാണ്ട് ഇത് മുഴുവനായല്ലോ. അപ്പോൾ അതിൻ്റെ പുറത്തിടാം. അതിലും താളം. ഫാൻ വേണ്ട, ഫാൻ വേണ്ട. ആ ഇത് പോവാമ്മ, മറ്റേ ഫ്ലെയിം ഓണാ. അമ്മ ഇതുണ്ടോ ഉപ്പ്, സീ സോൾട്ട്. ആ ഉണ്ടല്ലോ. കല്ലുപ്പ് പോലത്തെ, പിങ്ക് സോൾട്ട് വേണോ? കല്ലുപ്പ് പോലത്തെ. കല്ലുപ്പൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. 2 കല്ലുപ്പ് എടുക്കും. അത്ര ഒന്നും വേണ്ട. മാർബിളിക് ഒരു മാർബിളിക്. ഹണി, യു ആർ മൈ ഹണി. ഹണി അവളുടെ അല്ലേ, അവളുടെ അല്ലേ ഇൻഗ്രീഡിയൻസ്. ഇൻഗ്രീഡിയൻസ് അല്ല, അവൾ ഓൺലൈനിൽ കുക്ക് ചെയ്തു. ആ മേടയാണ്. എവിടുന്നോ കണ്ട് അവളെ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അപ്പൊ നമുക്ക് ഇത് ഉണ്ടാക്കാം. ഇതിന് മുട്ട ആവശ്യമില്ല, ഇൻഗ്രീഡിയൻസ് കൂടുതൽ ആവശ്യമില്ല. പക്ഷെ എന്നാലും പീനട്ട് ബട്ടറും ചോക്ലേറ്റും നല്ലതായിട്ട് പൈസ ചെലവാക്കും. ഞാൻ വേണമെങ്കിൽ കുറച്ചേരം ഇളക്കി തരാം കേട്ടോ. അല്ല, ഞാൻ അങ്ങനെ മൃദുലമായി ഉപയോഗിക്കുന്ന ആളാണ് നിങ്ങളെ പോലെ. എന്തും എന്തും. ചേട്ടാ കൈ കഴിക്കോ. ഇത് ഒറ്റമുണ്ടാണ്, കുത്താമ്പുള്ളി. ഇവന്റെ സ്വയം ഇതിനൊക്കെ ഉള്ള കുറേ കാര്യങ്ങൾ. കുത്താമ്പുള്ളി വരെ നിർത്തും, പിന്നെ കട്ട് ചെയ്യും. മണം വരുമ്പോഴാണ്. ഓ ശരി ശരി, ഉണ്ട് ഉണ്ട് ഉണ്ട്. ഹണിയും കൂടി വന്നപ്പോഴാണ് അത്. കുറച്ച് ചെറുതേനെ വെച്ച് ചേട്ടാ. ഒറിജിനൽ ഫ്രം ഫോറസ്റ്റ്. ആവശ്യത്തിന് നല്ലതാണ് അത്. വിജയേട്ടൻ്റെ ഇത് ലയനന്റെ. അല്ല അല്ല, എന്നാലും ഏറ്റവും നല്ലത് മേടിക്കുന്നേ. അതിപ്പോ കൊറേ അങ്ങനെ കടകളുണ്ടല്ലോ. അങ്ങനല്ല, എന്നാലും ലൈറ്റില് പ്രത്യേക ഞങ്ങളുടെ വിശ്വസ്ത സാധനം എലൈറ്റ കഴിഞ്ഞിട്ട് തൃശ്ശൂർ വേറൊരു കടയുള്ളൂ. അതെ സത്യം. ഞാൻ എല്ലാ ഗ്രോസറി എത്ര പൈസ മേടിച്ച് രണ്ടുപേരും കൂടെ. ഇടയ്ക്കൊരു കേക്ക് കൊടുത്തു. ജനിക്കുന്നതിന് മുമ്പ് തുടങ്ങി. അല്ല പിന്നെ വിജയേട്ടനെ കണ്ടാ ഞെട്ടും. സുന്ദരൻ ചേട്ടനാണ്. സുന്ദരനായോണ്ടോ? ഭയങ്കര ഹമ്പിള്. അത് പറയും. സുന്ദരന്മാർ പലരും എഡിറ്റ് വരും. അവന്റെ പലുണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ നമ്മള് തൃശ്ശൂർ ടൗണിലെ വലിയൊരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കളിക്കരുത്. പരിചയപ്പെടുമ്പോഴേ അറിയുള്ളൂ. ഞാൻ പരിചയപ്പെട്ടിട്ടൊക്കെ ഉണ്ടാവും, പക്ഷെ എനിക്ക് ഓർമ്മയില്ല. ഓർമ്മ ഉണ്ടാവില്ല. കല്ലുപ്പ്
അത് സ്പൂൺ എടുത്തിട്ട് അടിയിൽ നിന്ന് എടുക്കും. അപ്പൊ ഇത്രയ്ക്ക് കല്ലാവുമെന്ന് ഞാൻ വിചാരിച്ചു. അതും വിജയണ്ട കളയുന്നത്. ഭയങ്കര വലിയ കല്ലായി പ്രാവശ്യം കിട്ടിയത്. എല്ലാറ്റിന്റെ സോൾട്ടാ. ഇളക്കിക്കോളോ കുറച്ചും കൂടി. ഓ ഇനി ഇളക്കണ്ട, ഉപ്പിട്ടിട്ട് ഇളക്കണ്ട. അതൊക്കെ വെക്കി വെക്കും. അത് കഴിഞ്ഞോ പെയിനിട്ട്? ഓഫ് ഭാഗ്യം വലുതെടുത്തല്ലേ. നമ്മള് ചെറുത് മതി എന്ന് പറഞ്ഞതാ. ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ വലുതെടുത്തത്. എഡിറ്റ് ചെയ്യേണ്ടി വരും. ഹലോ എനിക്ക് എനിക്ക് ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട്. അതിനുള്ളൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി അവിടെ ആരെങ്കിലും കണ്ടാൽ കൊടുക്കാനുള്ളതുണ്ട്. അമ്മ ഒന്ന് ചെക്ക് ചെയ്യോ ഫ്രിഡ്ജിൽ അത് എത്ര തണുത്തുന്നുള്ളത്. ചെക്ക് ചെയ്യൂ, ചെക്ക് ചെയ്യൂ. ആവശ്യത്തിന് ഹാർഡ് ആയിക്കാണോ? അയ്യോ ഒട്ടുമില്ല. താഴെയാണ് തണുപ്പ്. തണുപ്പാണെ ഞെക്കിയൊക്കെ കൂട്ടുട്ടാ. നിങ്ങൾക്കൊരു കാര്യം ചെയ്യുന്നില്ല, ഫ്രീസറിലേക്ക് വെക്കായിരുന്നു. അല്ല താഴത്തെ താഴ്ത്തണം കൂടെ. മറ്റു സാധനം അല്ല നമുക്ക് മറ്റേ കുഞ്ഞു ഫ്രിഡ്ജിലുണ്ട് ചില ഡിന്നാവില്ല. അതിന് ഫ്രീസർ കൂടുതല്. ഫ്രീസറിൽ ഒരുപാട് സ്പേസ് ഉണ്ടെന്ന്. ഒരു മിനിറ്റ് ചേട്ടാ, ഫ്രീസർ വേണ്ട കളിയാക്കണം. ഇതിന്റെ അകത്തൊരു ആനയും കൂടി വെക്കായിരുന്നു. വെറുതെ ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് അതിൻ്റെ ഉള്ളു ഫുള്ള്. ഈ ഐസ്ക്രീം ആവശ്യമില്ലാത്തതാണ്. പനീറാണ് അതൊക്കെ എടുത്തരാം. ചേട്ടാ മുമ്പിൽ ഒരു ഫ്രിഡ്ജ് ഉണ്ട്, അതിൽ വെച്ചാലോ? കുഞ്ഞ് ഫ്രിഡ്ജ് ഉണ്ട്. എന്തെങ്കിലും സ്ഥലം ഉണ്ടോ നോക്കട്ടെ ആദ്യം. ഇത് ഫുള്ളാലോ. വലിയ പാട്ട് പാടും ഓഫ് ചെയ്തല്ലോ. അല്ലിപ്പൊളി മിഠായി ഒക്കെ അവിടെ പൊളിച്ചിട്ട്. ഏത് കൊച്ചിന്റെ കുഞ്ഞിന്റെ ആണോ അത്? അല്ലേ? പൊന്നു ഫ്രിഡ്ജിൽ ഇരുത്തിയാലോ കുറച്ചു നേരം? ഫ്രിഡ്ജില് ഏതാ? ആ ആ ഇങ്ങനെയാണോ നെയിൽ പോളിഷ് ഇടുക? ആണോ? നോട്ടെ ടോപ്പുണ്ട്. അമ്മ തുടച്ചു തരാം കേട്ടോ. കുട്ടി തക്കടയാണല്ലേ? ആര്? തല്ലിപ്പുള്ളിയാണ് ഞാൻ. തക്കടാരാ? നമ്മുടെ ബന്ധാരാ? അമ്മ എന്താ വിളിക്ക? മുത്തേന്ന് വിളിക്കാര്? അച്ഛമ്മയുടെ മോബിൽ പോണല്ലേ? വാട്ടോ ഹലോ തിരിച്ചു നമ്മള് വീട്ടിൽ തരം പറയാനായിട്ടോ. അതൊരു കുഞ്ഞു പൊട്ടനല്ലേ? പറഞ്ഞേക്കാം കേട്ടാ. അപ്പുറത്ത് കാണുന്നതാണ് വടക്കുന്നത് കേട്ടാ. ഭയങ്കര ഭംഗി അല്ലേ? എന്താ ബ്യൂട്ടിഫുൾ അല്ലേ? ഏറ്റടയ്ക്കോ? ആ മതി 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 മതി. അമ്മ ഒന്ന് വിടണ്ട കേട്ടോ. അമ്മ ഒന്ന് വിടണ്ട കേട്ടോ അമ്മ. ഈ നേരത്തിന് വണ്ടി പിടിച്ച് പോണ്ട. ഇല്ല ഒന്നും പോണ്ട. ഗെറ്റിൻ
ഗംഭീരണ്ട. ഓയ്യോ ഭീകരണ്ട. ഇതിനൊരു പുതിയൊരു ഡിസൈൻ ഒക്കെ ഉണ്ടല്ലേ. മാർബിൾ ലുക്ക് ഉണ്ട്. കത്തി കൊടുക്കും, മുറിക്കട്ടെ. എന്നിട്ട് ആ മുറിച്ചോ. ഓ ശരി, അങ്ങനെയാ. വെരി ഹാർഡാ. ഇത് ഹാർഡല്ല, പക്ഷെ അടിയിലത്തെ എന്താ മുറിയാത്ത? മറ്റേ മധുരം ഇതിൽ നമ്മൾ തേനല്ല, മറ്റേത് നമ്മൾ മേപ്പിൾ സിറപ്പ് ഉണ്ടായിട്ടുണ്ട്. ഓ വ്യത്യാസമുണ്ട്, ഭയങ്കര വ്യത്യാസം. ആണോ? പക്ഷെ നല്ലതുണ്ട്. പിന്നെ ടേസ്റ്റ് ഒക്കെ ഇല്ല, ടേസ്റ്റ് ഇല്ലാണ്ടില്ല. എനിക്ക് നടുവില് കുറെ ഫ്ലേവറൊക്കെ ഉണ്ട്. വേറെ അപ്പൊ അവനും ഉണ്ട് തരാം. ഇടയ്ക്കിടയ്ക്ക് വീണു. കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് അരിയട്ടെ. ഇനിയും കുറച്ചുകൂടെ സോഫ്റ്റ് ആവും കടിക്കാൻ. വ്യത്യാസമില്ല ചേട്ടാ. വലിയ വ്യത്യാസം സെയിം ചെന്നൈന്ന് വന്നതേ നല്ലല്ല, വ്യത്യാസമുണ്ട്. എന്താ വെച്ചാൽ അത് നല്ലത്, അതിന് മേപ്പിൾ സിറപ്പാ, അത് നല്ലത്. ആണോ? നമ്മൾ തേനാണ്. അത് നല്ല വ്യത്യാസമുണ്ട്. തേനാണ്, തേൻ മാത്രമേ ഉള്ളൂ. അതിൽ മേപ്പിൾ സിറപ്പ്, പക്ഷെ ഇതിൽ തേൻ മാത്രമേ ഉള്ളൂ മധുരമായിട്ടുള്ള കാര്യം. ചോക്ലേറ്റ് അല്ലാണ്ട് അത് നല്ല ടേസ്റ്റ് ഉണ്ട്. മേപ്പിൾ അത് സിറപ്പ് അതിനേക്കാളും soft ഒരു ആ. ഒഴുക്കുണ്ട്. തേൻ കുറച്ച് കട്ടിയാകും. എന്നാലും കൊള്ളാം, മോശമില്ല. ഞാൻ വിചാരിച്ചതിനെക്കാളും ഭംഗിയായി. അങ്ങനെ പീനട്ട് ബട്ടർ കഴിക്കാൻ പഠിച്ചു ഞാൻ. അങ്ങനെ ഞങ്ങള് കുക്കിംഗ് വിജയകരമായി തീർത്തിരിക്കുന്നു. ഞാൻ പറഞ്ഞു കൊടുത്ത പോലെ ഉണ്ടാക്കിയിട്ട് കത്തിയാണ് കയ്യിൽ നിന്ന് പലവട്ടം ആലോചിച്ചോളൂ. കുത്തിക്കയറ്റ് എടുത്തോണ്ട് പോ. കുത്തിക്കയറ്റ്. അതെന്താ പറ്റില്ല, 2 കടി നീ എടുത്തിട്ടുണ്ട്. ഏയ് ഇത് കമ്പയർ ചെയ്യാനേ പറ്റില്ല, വീടിന്റെ നല്ലത്. ഇത് കൊക്ക കൂടിയ പിന്നെ ഇല്ല, ഞാനങ്ങനെ എടുക്കൂട്ടാ, എന്നിട്ട് നോക്കൂട്ടാ, എന്റെ ഉണ്ട് ഇട്ടാ. വ്യത്യാസം ചോക്ലേറ്റിന്റെ ടേസ്റ്റിന് വ്യത്യാസമുണ്ട്. ആ ചോക്ലേറ്റ് വേറെയാണ്, പറഞ്ഞുള്ളൂ. ഇത് അമൂല. മറ്റേതൊക്കെ വേറെ ഇമ്പോർട്ടഡ് എന്താണ് മറ്റേ ബെൽജിയൻ ചോക്ലേറ്റ് ഒന്നല്ല. പക്ഷെ ഇതിൽ ബെൽജിയൻ ചോക്ലേറ്റ് ഇട്ടുകൊണ്ടാണ് ഇത്രയും നേരം ടേസ്റ്റ് ആയത്. പക്ഷെ പീനട്ട് ബട്ടറിന് മേപ്പിൾ സിറപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഇതിനെക്കാട്ടിലും ആ സെയിം ടേസ്റ്റ് വന്നായിരുന്നു. പക്ഷെ ഈ ഒരു അര ദിവസം കൂടെയും ഫ്രിഡ്ജിൽ ഇനി ഇരുത്തിയിട്ട് കഴിക്കുമ്പോൾ മാത്രം പുറത്തെടുത്ത് കുറച്ചു നേരം വെച്ചിട്ടൊന്ന് കഴിച്ചു നോക്കിയാൽ ടേസ്റ്റ് മാറും. ടേസ്റ്റ് കുറച്ചുകൂടി ബെറ്റർ ആവും, സോഫ്റ്റ് ആവും അല്ലേ? നല്ല രസം. അത് മുഴുവൻ കട്ട് ചെയ്തോളൂ. ശരി, ഗുഡ് നൈറ്റ് ചേട്ടാ. നാളെ രാവിലെ ആണ് കേട്ടാ. മിണ്ടാണ്ട് ബഹുമാനാർത്ഥം. രാവിലെ എന്താ കഴിക്കാൻ വേണ്ട? എന്താ കൂട്ടുണ്ടാക്കാം? പിന്നെ പറ്റില്ല. ശരി, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. അങ്ങനെയല്ല, പിന്നെ